Evangelion Ministries presents. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകിയാണ്. യാഗപീഠത്തിൽ യാഗം അർപ്പിക്കാൻ വരുന്ന യാഗാർപ്പൻ യാഗമൃഗത്തെ കൊന്ന് അതിനെ ഖണ്ഡം ഖണ്ഡമാക്കി യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു പ്രയോഗമാണ്, ശുശ്രൂഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, യാഗമൃഗത്തിൻ്റെ കുടലും കാലും വെള്ളത്തിൽ കഴുകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാഗമൃഗത്തിൻ്റെ കുടലും കാലും എന്തിനാണ് വെള്ളത്തിൽ കഴുകുന്നത്? കുടൽ മൃഗത്തിൻ്റെ വായിൽ കൂടെ പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, കട്ടിയായതോ കട്ടിയാകാത്തതോ എന്തുമാകട്ടെ, ഏതുതരം ആഹാര വസ്തുക്കളും ഉള്ളിലേക്ക് ചെന്ന് ഉള്ളിൽ ദഹനപ്രക്രിയ നടത്തി അതിൽ പോഷണങ്ങൾ സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളിക്കളയുകയും ചെയ്യുന്ന പ്രക്രിയ നടക്കുന്ന സ്ഥലമാണ് കുടൽ. ആ കുടൽ അശുദ്ധമായതുകൊണ്ടാണ് അത് കഴുകുവാനായി പറഞ്ഞിരിക്കുന്നത്. ഈ കുടൽ അശുദ്ധമായതുകൊണ്ട് അതിലെ അശുദ്ധി വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിക്കേണ്ടതാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രയോഗം, കാലും കഴുകേണ്ടതാണ്. കാല് നടപ്പിനെ കാണിക്കുന്നതാണ്. നടപ്പിലൂടെ അഴുക്കിൽ ചവിട്ടി അഴുക്കുകൾ കാലിൽ ഇരിക്കുന്നത് കൊണ്ട്, അശുദ്ധമായതുകൊണ്ട് കാല് ശുദ്ധിയാക്കണം, കഴുകണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടം കോവിഡ് കാലഘട്ടമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ സർക്കാർ പോലും നിർദ്ദേശിച്ച കാര്യം, വെളിയിൽ പോയിട്ട് വരുന്ന എല്ലാവരും തങ്ങളുടെ കാലും കൈയും സോപ്പ് വെള്ളത്തിലോ സാനിറ്റൈസറിലോ കഴുകി വൃത്തിയാക്കേണ്ടതാണ്, ശുദ്ധീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അതിനർത്ഥം കാലിൽ കൂടെയും കൈകളിൽ കൂടെയും അണുക്കൾ വ്യാപിക്കപ്പെട്ടിട്ട് അത് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ള ശുദ്ധീകരണത്തിനായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലും കുടലും അശുദ്ധി നിറഞ്ഞതായതുകൊണ്ട് അത് കഴുകി വേണം ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ എന്നതാണ് ഇവിടുത്തെ പ്രമാണം. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കപ്പെടുന്നതായ ഒരു അർപ്പകൻ, ദൈവസന്നിധിയിൽ എത്തുന്നതായ ഒരു അർപ്പകൻ, അവൻ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്, അനുഭവമാണ് കഴുകൽ പ്രാപിക്കുക. വെള്ളത്താൽ കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. വെള്ളം ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നതാണ്. നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല. അപ്പോൾ വെള്ളത്താലുള്ള കഴുകപ്പെടൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലുള്ള കഴുകൽ പ്രാപിക്കണം. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ ലോകത്തിലെ അഴുക്ക് ചാലിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന കാലിൽ അഴുക്കുകൾ പെട്ടാൽ അങ്ങനെയുള്ള ആ അഴുക്ക് പൂർണ്ണമായിട്ടും കഴുകിക്കളയുന്നതാണ് ദൈവവചനത്താലുള്ള കഴുകൽ. ഇവിടെ അർപ്പൻ ദൈവത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ ഒക്കെ, കാലിൽ വന്ന, ജീവിത നടപ്പിൽ വന്ന ആ പാപങ്ങൾ, അകൃത്യങ്ങൾ ഇവിടെ കഴുകപ്പെടുന്നു. അവന്റെ ഉള്ളിലുള്ള കുടൽ കാണിക്കുന്ന ഉള്ളിലുള്ള അശുദ്ധി ഇവിടെ കഴുകൽ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണം പ്രാപിച്ച ഒരുവന് മാത്രമേ ദൈവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതം അശുദ്ധി തന്നെയാണ്. കുടൽ ചുറ്റിപ്പിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ലോകത്തിന്റെ ചിത്രം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥയിലൂടെ ചുറ്റിപ്പിരിഞ്ഞ് അശുദ്ധി ബാധിച്ച് നടപ്പിലൂടെ അശുദ്ധിയിലേക്ക് നാം ബാധിച്ചവരാണെങ്കിൽ യാഗപീഠത്തിന്റെ മുമ്പാകെ ചെന്ന് അവിടെ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് കഴുകൽ പ്രാപിച്ച്
മുന്നോട്ട് പോകണം, അകത്തേക്ക് പ്രവേശിക്കണം. അതാണ് ഇവിടുത്തെ പ്രമാണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ജീവിതത്തിൽ വന്ന അഴുക്കുകൾ, ജീവിതത്തിൽ വന്ന അശുദ്ധികൾ, സംസാരത്തിൽ, ചിന്തയിൽ, ആലോചനയിൽ, പ്രവൃത്തിയിൽ വന്ന ചിന്തകൾ വന്ന എല്ലാവിധമായ അശുദ്ധികളും ദൈവം മുമ്പാകെ കഴുകി ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. വെള്ളത്താൽ, ദൈവത്തിന്റെ വചനത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഒരു ഭക്തനെയാണ് ദൈവം അംഗീകരിക്കുന്നത്. അവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പാപം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അശുദ്ധി വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയാൽ ഒരിക്കലും ആ അശുദ്ധി ദൈവം അംഗീകരിക്കുന്നില്ല, അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അശുദ്ധി സമ്പൂർണമായും മാറ്റി സമ്പൂർണമായ കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഭക്തനെ ദൈവം മാനിക്കുകയും അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വിശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തിയായി തീരുവാൻ, വിശ്വാസിയായി തീരുവാൻ ദൈവം ഈ വചനങ്ങൾ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.